എന്ത് സംഭവിച്ചാലും വീടിന് പുറത്തേക്ക് ഇറങ്ങരുത്. ശരി, വരിക. കുട്ടേട്ടാ, 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 കുട്ടേട്ടാ. കൊച്ചമ്പ്രാൻ അംഗം ജയിച്ച് ഇപ്പം എത്തും തിരുമേനി. എന്നിട്ട് എവിടെയോ വിജയജ്യോതി? കൈപിഴയ്ക്കാതെ കാര്യം നടന്നാ അച്ഛനെ അറിയിക്കാൻ അക്കരെ നിന്ന് ടോർച്ച് തെളിയിക്കാന്ന് പറഞ്ഞാണല്ലോ ഗിരീഷൻ. ഇക്കണ്ട നേരമായിട്ട് തെളിഞ്ഞില്ലേ ആ ജ്യോതി? അത് ഇപ്പൊ തെളിയും. കണ്ടോളൂ. തമ്പുരാനെ, പട്ടാഴി തിരുമേനിയല്ലേ? ആദ്യമായിട്ടാ നെല്ലൂർ കുളത്തിൽ വീണ ഒരാൾ ജീവനോടെ. തമ്പ്രാനെ, അയ്യോ കൊച്ചമ്പ്രാൻ! തമ്പ്രാനെ എടുത്തോ മോനെ. ജയ, ജയ, ജയ! വിളിക്കണ്ട, വിളി കേൾക്കില്ല. മഹാഭാവി, എന്റെ മോനെ നീ എന്ത് ചെയ്തു? എന്റെ കുഞ്ഞുണ്ണിയെ കഴുത്തറുത്ത് കൊന്നതുപോലെ ഈ ദുഷ്ടനെയും കുളത്തിലിട്ട് കഴുത്തറുത്ത് കൊന്നു മണിയൻകൂട്ട് സാവിത്രി. അങ്ങനെ വിശ്വസിക്കും. അതാണ് ശരി. നീയാണ് കൊന്നത്. ആ കുറ്റം ഞാൻ ഏൽക്കണമെങ്കിൽ എന്റെ കുഞ്ഞുണ്ണിയെ കൊന്നത് ആരാണെന്ന് കാരണം അവര് പറയണം. സാവിത്രി? ചെമ്പ്രയിലെ ആ പഴങ്കഥ ഞാനായിട്ട് തിരുത്തുന്നില്ല. പക വീട്ടിയല്ലേ? പക വീട്ടാനുള്ളതാണ് മൂപ്പരെ. ഉച്ചയിൽ ഉപ്പോളം ബുദ്ധിയുണ്ടെങ്കിൽ ഒഴിഞ്ഞു പോകുന്നതാണ് നല്ലത്. എന്റെ ജീവനിൽ ഇടപെടരുത്. ഇതുകൊണ്ടൊന്നും തീരില്ല. കാരണവരെ, എന്റെ കുഞ്ഞുണ്ണിയെ കൊന്നതിന്റെ കണക്ക് ഞാൻ ചോദിക്കാൻ പോകുന്നതേ ഉള്ളൂ. ഒളിയുദ്ധത്തിന് വന്നവരിൽ ഒരാൾ കൂടെ നാളെ പൊങ്ങും. ചൂണ്ടക്കാരൻ വാസു. അപ്പൊ വിഷാരിയോ? ഇന്നലെ രാത്രി താനോട് ഉണ്ടായിരുന്നു സർ. എന്തൊക്കെയാണോ തന്റെ ലിമിറ്റിൽ നടക്കുന്നത്? സർ, മണിയൻകുട്ടേര് പറയും പോലെ ഇത് പണ്ടേ അടിച്ച് നാമാവശേഷം കണ്ട കാലം കഴിഞ്ഞു. പക്ഷെ സമ്മതിക്കത്തില്ല. എവിടോ തന്റെ വാസ്തുശില്പി? അകത്തുണ്ട്. സാറേ, ഇവനൊരു മുഷ്കന. ഞാൻ നേരത്തെ ചോദിച്ചപ്പോ ഭജനയിലോ ഭണ്ഡാരത്തിൽ ഇരിക്കുകയാണെന്ന ഈ കയ്യാളം പറഞ്ഞത്. ആദ്യം സാക്ഷി വിസ്താരം, പിന്നെ മതിയോടോ ഗുരുമുഖ ദർശനം. വാ അഗസ്റ്റിൻ, ഈ പട്ടേരി പയ്യനെ കൊണ്ടുപോ. സ്വാമി വാ. കരയണ്ട. ഇന്നലെ എന്താ ഇവിടെ സംഭവിച്ച കുട്ടിയെ? സത്യത്തിൽ ആർക്കാ കൈപ്പഴ പറ്റിയത്? രണ്ടാം സാക്ഷ്യം ഇത്ര കൊച്ചം എവിടെ? വെളുക്കുമ്പോ തന്നെ കുട്ടിയുടെ മിത്രടുത്തി വീട്ടിലേക്ക് പറഞ്ഞു വിട്ടു. അനിയന്റെ കണ്ണിലുണ്ണിയെ ഞങ്ങൾക്ക് വിട്ടുതന്ന് വീട്ടുകാരിയെ സേഫാക്കി വിട്ടുവെന്ന് നാട്ടുകാരിനി പറയും. അരുതാത്തതൊന്നും പറയരുതേ. ഏട്ടത്തിക്ക് വിഷമം കൂടിയിട്ടാ പോയത്. മുതുകിൽ മാത്രമല്ല, തലയ്ക്കും കുത്തിയിട്ടുണ്ട്, വലതു ചെവിയുടെ ഭാഗത്ത്. പിന്നിന്ന് മാത്രമല്ല കുത്തി വീഴ്ത്തിയത് അല്ലേ? അഗസ്റ്റിൻ, ബോഡി പുറത്തേക്ക് എടുത്തോളൂ. സർ. കാര്യങ്ങൾക്കൊക്കെ ക്ലാരിറ്റി ആവുന്നതുവരെ സംഗതികളൊന്നും സിമ്പിളായി എടുക്കണ്ട. യെസ് സർ.
അരുത്. ആ മുറി നിറയെ വവ്വാലുകളും നരിച്ചീരുകളുമാണ്. അതാരും തുറക്കാറില്ല. അനന്ത, SP തടയണ്ട. മിസ്റ്റർ SP, നെല്ലൂർ മനയിൽ ഒരു ശവം കൂടെ വീണ് കിടപ്പുണ്ട്. ശവമോ? ആരുടെ? ഇന്നലെ രാത്രി എന്നെ കൊല്ലാൻ വന്നവരുടെ കൂട്ടത്തിൽ ഒരുത്തൻ വഴിതെറ്റി കയറിയത് ആ മുറിയിലേക്കാണ്. തുറന്നു നോയിക്കോളൂ, അസ്ഥിവഞ്ചനമെങ്കിലും കാണും. അഗസ്റ്റിൻ, ജീവിക്കാൻ അർഹതയില്ലാത്തവരെ ആർക്കും രക്ഷിക്കാൻ കഴിയില്ല. നീചന്മാരുടെ മരണത്തിൽ സജ്ജനങ്ങൾ ദുഃഖിക്കാറില്ല. നിൽക്കണം. പട്ടാഴി തമ്പുരാനെ കണ്ട് കൈ തന്ന് സലാം പറഞ്ഞ് തിരിച്ചു പോകാനല്ല ഞാൻ വന്നത്. ഈ മരണത്തിലൊക്കെ നിങ്ങളുടെ കൈയില്ലേ? എനിക്ക് നിങ്ങളെ സംശയമുണ്ട്. സംശയിക്കണം സാർ. എല്ലാ സത്യാന്വേഷണങ്ങളുടെയും തുടക്കം സംശയത്തിൽ നിന്നാണ്. സംശയമല്ല, സത്യമാണ്. പ്രതികാരം ചെയ്യാൻ പട്ടാഴി മാധവൻ തുനിഞ്ഞിറങ്ങിയാൽ ആർക്കും തടുക്കാനാവില്ലെന്നറിയാം. ഇനി എത്ര ശവം കൂടി വീഴാനുണ്ട് ചമ്പ്രയിൽ? മീരാൻ സാഹിബ് വരണം. തുളസി, ഊണിന് ഏമാനുണ്ടാവും. ഇല്ല തമ്പുരാൻകുട്ടി, അത് പറ്റില്ല. ഇന്ന് SP ക്യാമ്പ് ഇവിടെ. ഇല്ലത്തെ ചോറ് ഞാൻ ഒരുപാട് ഉണ്ടിട്ടുള്ളതാ. പരിചയമില്ലാത്തവരുടെ മുമ്പിൽ വെച്ച് ഞാൻ തമ്പുരാൻകുട്ടിയോട് പരിചയക്കേട് കാണിച്ചു, പോലീസ് കളിച്ചു. തമ്പുരാൻകുട്ടി ക്ഷമിക്കുക. ഇതിലൊന്നും ഒരു കാര്യമില്ല. സീസറിനുള്ളത് സീസറിന്, കാഫറിനുള്ളത് കാഫറിന്. കുപ്പായമിട്ടാൽ എല്ലാ മുഖവും ഒരുപോലെ കാണണം, അതാണ് ശരി. ആ കുട്ടിയോട് എന്ത് തരക്കാരെന്ന് അറിയാത്തതുകൊണ്ട് ഞാൻ ഏത് തരക്കാരനാണോ ആ തരക്കാരായി വളരാനാണ് ഞാൻ അവരെ പഠിപ്പിച്ചത്. പിന്നെ SP എന്താ അറിയേണ്ടത്? എല്ലാം വിശദമായി പറഞ്ഞുതരാം. മുടിയഴിച്ചിട്ട് ആർത്ത് വിളിച്ച് കൂവുകയും ചിലപ്പോൾ മുത്തുമണി കിലുങ്ങുന്നത് പോലെ പൊട്ടിച്ചിരിക്കുകയും ചെയ്യുന്ന മണിയൻകൊട്ട് സാവിത്രിയുടെ ഉച്ചഭാഷി. എന്താ അത്? ബാവൂരി മഹാറാണയുടെ ശില്പശാസ്ത്രത്തിൽ ഇതിന് പഞ്ചയന്ത്രം എന്ന് പറയും. പഞ്ചഭൂതങ്ങളെ പ്രീതിക്ക് വേണ്ടി ഭവനങ്ങളിൽ സ്ഥാപിക്കേണ്ട യന്ത്രം. ആരുമറിയാതെ യന്ത്രത്തിന്റെ വായിൽ ഉളിയന്നൂർ തച്ചൻ ഒരു ജാലവിദ്യ ഒളിപ്പിച്ചു വെച്ചു. ഒരു പുല്ലാങ്കുഴൽ. രാപ്പകൽ പാലക്കാടൻ കാറ്റ് ഇരമ്പ് വീശും ചെമ്പ്രഭൂമിയിൽ. അപ്പോൾ കുഴൽ കൂകി വിളിച്ചുകൊണ്ടേയിരിക്കും. അതാണ് യക്ഷിഗർജനമായി ഇക്കണ്ട കാലം അത്രയും നെല്ലൂർ മനയിൽ മുഴങ്ങിക്കേട്ടത്. ആ വിദ്യ ഉളിയന്നൂർ കൗടില്യത്തിന്റെ മറ്റൊരു സ്മാരകം. ഉളിയെറിഞ്ഞ് ഞാൻ അരിഞ്ഞു വീഴ്ത്തിയത് സാവിത്രിയുടെ നാവല്ല, തച്ചുശാസ്ത്രത്തിലെ ഒരു അമരധ്വജന്റെ മഹാസിദ്ധിയെയാണ്. തമ്പുരാൻകുട്ടി തന്നെ പറയും. കോടതിയിൽ സബ്മിറ്റ് ചെയ്യേണ്ട കേസ് ഡയറിയിൽ കൊല ചെയ്തത് മണിയൻകോട്ട് പ്രേതമാണെന്ന് എങ്ങനെ എഴുതി വെക്കും ഞാൻ? ആര് വിശ്വസിക്കും? ഈ പൊട്ടക്കുളത്തിൽ മുങ്ങിച്ചെത്തവന്റെ ശവം ചെമ്പ്രപ്പുഴയിൽ എങ്ങനെയാ പൊങ്ങുക? അസംബന്ധം. അസംഭവ്യമായി ഈ ഭൂമിയിൽ ഒന്നുമില്ല. നെല്ലൂർ മഠം പണിതത് വടക്കൻ തച്ചുശാസ്ത്രത്തിന്റെ കർമാധികാരിയായ ഉളിയന്നൂർ തച്ചനാണ്. ഇതിൽ ആര് വീണാലും അവന്റെ ജഡം പുഴയിലേ പൊങ്ങൂ. ഒരു പോലീസുകാരനും അതിൽ സന്ദേഹം വേണ്ട. എന്നുവെച്ചാ അളവ് തെറ്റിപ്പണിയിച്ച അരക്കില്ലമാണ് നെല്ലൂർ മന. ഇത് കുളമല്ല, കിണറാണ്. ഇതിനുള്ളിൽ അകവളവും ഉൾക്കുഴിവുമുള്ള ഒരു ജലനാളി തീർത്തു വെച്ചിട്ടുണ്ട്. കൈമിടിക്കുള്ള ആ മഹാതച്ചൻ. ആ സൂത്രപ്പണി അറിയാതെ ഇവിടെ കാൽ വെക്കുന്നവൻ ആരായാലും ശരി, പതിക്കുന്നത് പടികുഴിയിലേക്കാവും. അന്ന് ഗിരീശൻ ചവിട്ടി വീഴ്ത്തിയപ്പോ ഞാൻ നേരിൽ കണ്ടതാണ് കുളത്തിന്റെ അടിത്തട്ടിലെ വിസ്മയലോകം. കണ്ടാൽ കുളം, ഉള്ളിൽ 140 കോൽ ആഴമുള്ള കിണർ, കുളത്തിന്റെ അടിത്തട്ടിൽ നിന്ന് തുടങ്ങുന്ന ഒരു ജലപാതം, ഏകദേശം 200 മീറ്റർ നീളമുള്ള ഒരു ടണൽ. നെല്ലൂർക്കാരനവരും എന്റെ അച്ഛനും കുഞ്ഞുണ്ണിയും ഈ ടണലിൽ കിടന്നാണ് ശ്വാസം മുട്ടി മരിച്ചത്. കിണറിനുള്ളിലെ വായുമർദ്ദം കാരണം വീഴുന്നവൻ നിലകിട്ടാത്ത ആഴത്തിലേക്ക് ആണ്ടുപോകും. കൊണ്ടുപോകുന്നത് നീർമർദ്ദയും സാവിത്രിയുമൊന്നുമല്ല, സാക്ഷാൽ ഭൂഗുരുത്വം. അരനാഴിക നീളമുള്ള നാളിയുടെ അങ്ങേയറ്റം കെട്ടിയിരിക്കുന്നത് ചെമ്പ്രപ്പുഴയുടെ നെഞ്ചിലും. കുളത്തിൽ വീണവന്റെ ശവം ഏറ്റത്തിൽ ഒഴുകി പിന്നെ പൊങ്ങുന്നത് പുഴയിലായിരിക്കും.
എന്താ പരീക്ഷിച്ചു നോക്കിയാലേ വിശ്വാസം വരുന്നുണ്ടോ മീരാൻ? പണിതവനേക്കാൾ മിടുക്കനല്ലേ അഴിച്ചു പണിത എന്റെ ചങ്ങാതി. പ്രൊഫസർ പട്ടാഴി മാധവൻ നമ്പൂതിരി പറഞ്ഞതൊക്കെ എനിക്ക് വിശ്വാസം. സൂരി അവിടെ നിക്ക. കാലപുരിക്ക് പോകാൻ ധൈര്യം ഉണ്ടാച്ചാ ഇറങ്ങി വാടാ തിരുമേനെ. കുട്ടാ ഇനി നിന്റെ തിലോദകം കഴിഞ്ഞിട്ടാ ഞാൻ കുളിക്കോ? തിരിച്ചു പോവില്ല ചെമ്പ്രയെന്ന് നീയും നിന്റെ സേവകരും. ജീവനോടെ ചൂടുവല്ലാത്ത നീ. കുഞ്ഞുണ്ണിയേട്ടൻ എന്ന ശിക്ഷയുടെ കാലാവധി കഴിഞ്ഞിട്ടില്ല നിനക്ക്. ആ അടിക്ക് നിന്റെ ആസനം മാത്രമേ പോയിട്ടുള്ളൂ. ഗുരുവിന്റെ അടിക്ക് നിന്റെ തല തെറിക്കും. ചാവണോടാ നിനക്ക്. അനന്ത വിട്, ഈ തിരുവങ്കനെ ഞാൻ പറഞ്ഞു വിട്ടോളാം. ഈ മുറ്റത്ത് നിന്റെ ഒച്ച ഇനി പൊങ്ങരുത്. ഇറങ്ങി പൊക്കോണ ഈ നിമിഷം. പട്ടാഴി തിരുമേനിയുടെ മുമ്പില് പിച്ച വെച്ച് നടക്കുന്ന മകനെ അയച്ച മൂപ്പിലാനുണ്ടല്ലോ നിന്റെ അച്ഛൻ, അയാളെയാണ് എനിക്ക് കാണേണ്ടത്. ഉപദേശിച്ച് പദം വരത്തേണ്ട പ്രായം കഴിഞ്ഞുപോയി മൂർഖന്. താൻ എന്റെ അച്ഛനിട്ട് എന്നെ കുത്തിയല്ലേ? ഇക്കണ്ട കാലം എന്റെ അച്ഛൻ തലയിൽ കയറ്റി വെച്ച് കൊണ്ട് നടന്നിരുന്നത് മനസ്സിലായില്ലേ? പട്ടാളി തമ്പുരാന്റെ ഗുലാനെ തന്നെയാ. സൽക്കാരത്തിന് വിളിച്ചപ്പോഴൊക്കെ ഞാൻ ഓടി വന്നത് മേലടുക്കളയിലെ രുചി നുണയാനല്ല, മണിയൻകോട്ട ആയുധപ്പുരയുടെ ശേഷി അളക്കാനാ. അതും പട്ടാഴി എന്ന് പറഞ്ഞിട്ടാ. അതാ കഥയുടെ ഗുളിക ചുരുക്കം. അതല്ല, തന്തയും മക്കളും പൊരുതാൻ നിന്നാൽ അന്യം നിന്നുപോവും മണിയൻകോട്ട് ഗോത്രം. കളി മാധവനോടാ. 108 മർമ്മങ്ങളും കെട്ടുപോയ വെറും ഉടലാണ് നീ. ഇനി ഒരിക്കലും നിന്റെ വാക്കും നോക്കും നേരെ നിൽക്കില്ല. അതുകൊണ്ട് ശിഷ്ടകാലം ഇതുപോലെ ചത്തു ജീവിക്കും. അതാണ് നിനക്കുള്ള ശിക്ഷ. പൊയ്ക്കോളൂ. പോടാ.